ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രമ്യ. ഓണമായതുകൊണ്ട് ഇന്നത്തെ വീഡിയോ മലയാളത്തിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും സന്തോഷവും ആരോഗ്യവും നിറഞ്ഞ ഓണം ആശംസിക്കുന്നു. ഒരു ഓണം സ്പെഷ്യൽ മധുരമാണ് ഇന്നത്തെ ഐറ്റം, പാലട പായസം. കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ തൃശ്ശൂരുകാർക്ക് പാലട പായസം ഒരു സംഭവം തന്നെയാണ്. എന്നാൽ സദ്യയിൽ കിട്ടുന്ന പാലട പായസം നമുക്കൊക്കെ അറിയാം, ഒരുപാട് നേരം തിളപ്പിച്ച് കുറുക്കി എല്ലാം ഉണ്ടാക്കുന്നതാണ്. മണിക്കൂറുകളോളം തന്നെ തിളപ്പിച്ച് ഉണ്ടാക്കുന്നതാണ്. പിന്നെ അവരുപയോഗിക്കുന്ന അടയും ഫ്രഷായി എല്ലാം ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ കൊണ്ട് തന്നെ സദ്യയിലെ പായസത്തിൻ്റെ അതേ ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. എന്നാൽ സദ്യയിലെ പായസത്തിൻ്റെ അത്ര കഷ്ടപ്പാടില്ലാതെ സ്വാദ് ഏതാണ്ട് അതിനടുത്ത് എത്തുന്ന പോലെ ആവാൻ വേണ്ടി ഈ റെസിപ്പിയിൽ ഒരു ഷോർട്ട് കട്ട് അല്ലെങ്കിൽ ഒരു പൊടിക്കൈ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പലതരം പാലട പായസത്തിൻ്റെ റെസിപ്പികൾ ട്രൈ ചെയ്തിട്ടുണ്ട്, കുക്കറിലും ഒരുപാട് നേരം തിളപ്പിച്ചും എല്ലാം. അതൊക്കെ നല്ലതാണ്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇനി അധികം കത്തിവെക്കാതെ പെട്ടെന്ന് തുടങ്ങാം. പായസത്തിനായി ആദ്യമായി വേണ്ടത് അരി കൊണ്ടുള്ള ചെറിയ അടയാണ്. ഡബിൾ ഹോസ് എന്ന കമ്പനിയുടെ അടയാണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. അത് മാത്രമേ എനിക്കിവിടെ കിട്ടാനുണ്ടായിരുന്നുള്ളൂ. 200 ഗ്രാം അടയുടെ കണക്കാണ് ഇന്ന് കാണിക്കുന്നത്. അട വേവിക്കാനായി 1.5 ലിറ്റർ വെള്ളം ഞാനിവിടെ തിളയ്ക്കാനായി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ കഴുകിയ അട അതിലേക്ക് ഇട്ട് കൊടുക്കുക. അട നന്നായി വേവുന്ന വരെ തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം എടുത്തു എൻ്റെ അട വെന്ത് കിട്ടാൻ. വെന്തതിന് ശേഷം ഒരു അരിപ്പയിൽ അട അരിച്ചെടുക്കുക. വേവിച്ച അട പച്ചവെള്ളം ഒഴിച്ച് നന്നായി കഴുകിയെടുക്കുക. അടയിലെ സ്റ്റാർച്ചും പശയും ഒക്കെ പോവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അടുത്തതായി പായസം വെക്കുന്നതിനായി ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് 1/4 കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒന്ന് ഉരുളിയിലേക്ക് ചുറ്റിച്ചെടുക്കുക. പാല് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം 3 ലിറ്റർ പാല് ആണ് ഞാനിപ്പോൾ പായസത്തിനായി ഉപയോഗിക്കുന്നത്. അത് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പാല് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻസ്പെക്ടറുടെ പേര് കോക്കോ എന്നാണ്. പാല് തിളച്ച് തുടങ്ങുമ്പോൾ 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് ഇളക്കിയെടുക്കുക. 1/2 കപ്പിൻ്റെ കപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇത് 5 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുക. 5 മിനിറ്റിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അട പാലിലേക്ക് ചേർത്ത് തിളപ്പിക്കുക. കട്ടകളുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് മെല്ലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഷോർട്ട് കട്ട് റെഡിയാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. പഞ്ചസാര കുറച്ചു നേരം ഇളക്കാതെ വിടുക. സദ്യക്കുള്ള പായസം കുറേ നേരം തിളപ്പിക്കുമ്പോൾ അതിലുള്ള പാല് കണ്ടൻസ്ഡ് ആവുകയും കുറച്ചൊക്കെ പഞ്ചസാര കാരമലൈസ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മളിവിടെ പുറത്ത് ഉണ്ടാക്കി പായസത്തിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചസാര കുറേശ്ശെ മെൽറ്റ് ചെയ്ത് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇത് മെല്ലെ ഇളക്കി കൊടുക്കുക. ചെറിയ തീയാണ് ഇതിന് നല്ലത്. പഞ്ചസാര കരിയാതെ ഇരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. പഞ്ചസാരയെല്ലാം ഇതുപോലെ മെൽറ്റ് ചെയ്ത് ബ്രൗൺ കളറായി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുക. കാരമലൈസ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി പായസം തിളയ്ക്കാൻ അനുവദിക്കുക.
ഇപ്പോൾ പായസം നന്നായി കുറുകി ചെറിയൊരു പിങ്ക് കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പാലട പായസം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഓക്കെ, ബൈ.